കണ്ണൂരിലെ PSC പരീക്ഷയിൽ ഹൈടെക് കോപ്പിയടി നടന്ന സംഭവത്തിൽ ചുരുളഴിക്കാൻ പോലീസ്. കണ്ണൂർ ACP പ്രദീപൻ കണ്ണിപ്പോയിലിന് അന്വേഷണ ചുമതല നൽകി. പ്രതികളായ സഹദ്, സബീൽ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. റിമാൻഡിലുള്ള പ്രതികൾക്കായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നാണ് സംശയം. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട്. അരുൺ, ഏതാണ്ട് ഈ തട്ടിപ്പിന്റെ വഴികൾ, അതിലെ സാങ്കേതിക രീതിയൊക്കെ ഈ പ്രതികൾ സമ്മതിച്ചു കഴിഞ്ഞു, തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് മുമ്പ് എത്ര പരീക്ഷകളിൽ ഇതുപോലെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ എങ്ങനെ ഇവർ പഠിച്ചെടുത്തു? അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ്, അതിലാരെങ്കിലും സഹായമുണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഗോകുൽ, തീർച്ചയായും ഈ എങ്ങനെയാണ് ഈ കോപ്പിയടി നടത്തിയത്, അതിനെ ഉപയോഗിച്ചിട്ടുള്ള ഹൈടെക് മാർഗം, രീതിയൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ഈ പ്രതികളിൽ നിന്ന് അത് സംബന്ധിക്കുന്ന വിവരങ്ങൾ ലഭിച്ചു. അതിനായി ഉപയോഗിച്ച ഉപകരണങ്ങളൊക്കെ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. എന്തായാലും ഇനി അറിയേണ്ടത് ഇവർ കൂടുതൽ പരീക്ഷകളിൽ ഇത് എഴുതിയിട്ടുണ്ടെന്ന വിവരം, കൂടുതൽ പരീക്ഷകളിൽ ഈ കോപ്പിയടി മാർഗം ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന വിവരം പോലീസിനുണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ, ഇവർ 2 പേർ മാത്രമാണോ, അല്ലെങ്കിൽ കൂടുതൽ സംഘാംഗങ്ങൾ ഉണ്ടോ, ഒരു നെക്സസായൊക്കെ ഇവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രാഥമികമായി ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും മൊഴികൾ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുക ഉൾപ്പെടെയുള്ള തെളിവ് ശേഖരണം ഉൾപ്പെടെ കടക്കുന്നതിന് വേണ്ടി പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനായി പോലീസ് നാളെ കോടതിയിൽ ഈ പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഇവരെ 2 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇപ്പോൾ ഇതിന്റെ ഈ കേസിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്ത് കണ്ണൂർ ACP പ്രദീപൻ കണ്ണിപ്പോയിൽ ഇതിന്റെ അന്വേഷണ ചുമതല കൂടി നൽകിയിട്ടുണ്ട്. ഒരു പ്രത്യേക സംഘം തന്നെ ഇത് അന്വേഷിക്കും. ഇതിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കടക്കും എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോളറിലെ കുഞ്ഞൻ ക്യാമറയിൽ ചോദ്യപേപ്പർ പകർത്തി പുറത്തേക്ക് അയച്ച് ഉത്തരം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴി കേട്ട് എഴുതിയ ചോദ്യപേപ്പറുകൾ പകർത്തി അയച്ചവർ ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും പോലീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.